നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഏറെ വിവാദം സൃഷ്ടിച്ച, ഏറെ ചർച്ച ചെയ്യപ്പെട്ട, ഏറെ മാധ്യമ ശ്രദ്ധ കവർന്നെടുത്ത ചുംബന സമരത്തിൻ്റെ പ്രയോക്താക്കൾ അരുന്ധതിയും രാഹുലുമായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മോടൊപ്പം. ഒരുപക്ഷെ ഈ സമരത്തിൻ്റെ പാന്താവിലേക്കുള്ള പ്രയാണം അനുസ്യൂതമായി ഈ എപ്പിസോഡിലും തുടരുകയാണ്. ഇത് സംബന്ധിച്ച് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രസിദ്ധ സംവിധായകൻ തന്നെ, എനിക്കൊന്ന് നിഷാദാണെന്ന് തോന്നുന്നു പറഞ്ഞിരിക്കുന്നത്, MN നിഷാദ്. അദ്ദേഹം പറഞ്ഞ ഈ നിങ്ങൾ ഈ ചുംബന സമരം നടത്തിയ ആ ദിവസത്തെ ലോക ഞരമ്പ് ദിനം ആയിട്ട് ആചരിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ വളരെ എക്സ്ട്രീമായിട്ടൊരു പ്രതികരണം. അപ്പം ഒരുപാട് പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഒരുപക്ഷെ ആ പ്രതികരണങ്ങളാണ് ഞാനിവിടെ ഇങ്ങനെ ശേഖരിച്ചിരുന്നത്. ഇതൊന്നും എൻ്റെ ആകണമെന്നില്ല, മനസ്സിലാക്കിക്കൊള്ളുക. അപ്പം ഞാൻ വീണ്ടും ചോദിക്കുന്നൊരു ചോദ്യം, ഒരുപക്ഷെ ഈ ചുംബിക്കുക എന്ന് പറയുന്നത് അതൊരു പ്രത്യേക മാനസിക അവസ്ഥ ചെയ്യേണ്ടതാണ്, ഒരു ആർട്ടിഫിഷ്യലായി ചെയ്യേണ്ടതല്ല. ഇപ്പം രാഹുലിന് രശ്മിയോടുള്ള ഒരു സ്നേഹം ഒരു പ്രത്യേക തരത്തിലെത്തുമ്പോൾ അല്ലെങ്കിൽ പ്രകടിപ്പിക്കാൻ വേണ്ടി ചെയ്യണം. യാന്ത്രികമായിട്ട് ശരി നിന്നെ അങ്ങ് ചുംബിച്ചേക്കാം എന്ന് പറഞ്ഞാൽ വരേണ്ടതാണോ ചുംബനം? ആദ്യം തന്നെ ഞാൻ MA നിഷാദിന്റെ പ്രതികരണത്തോട് അല്ലല്ല ഞാൻ പറഞ്ഞ അത് പിന്നെ തിരിച്ചിട്ട് വരാം. അത് ഞാൻ ഇതിനോട് പറയാം. ആദ്യം അത് മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ്. ശരീരം ഒരു പൊളിറ്റിക്കൽ ടൂളാക്കി മാറ്റി, ശരീരമാണ് രാഷ്ട്രീയം എന്നുള്ള ഒരു സങ്കല്പമുണ്ട്. അപ്പോൾ നിൽപ്പ് സമരം ഒരു 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 രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ ഒരു ശരീരത്തെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ആദിവാസികൾ നടത്തിയ ഒരു സമരത്തെ വിജയത്തിലേക്ക് എത്തിക്കാൻ അവർക്ക് ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ അരുന്ധതി, ഞാൻ ഞങ്ങൾ തെരുവിൽ ചെയ്യുന്ന ചുംബനം ഭാര്യ ഭർത്താവിന് കൊടുക്കുന്നതല്ല, അച്ഛൻ അമ്മയ്ക്ക് കൊടുക്കുന്നതല്ല, സഹോദരൻ സഹോദരിക്ക് കൊടുക്കുന്ന ചുംബനം ഒന്നുമല്ല. ഞങ്ങൾ അവിടെ ഒരു ആശയത്തെയാണ് ചുംബിക്കുന്നത്. അതൊരു സമര ചുംബനം എന്നൊരു പുതിയ ചുംബനമാണ്. സമര ചുംബനം അവിടെ തെരുവിൽ ഞങ്ങൾ ഒരു ആശയത്തെയാണ് ചുംബിക്കുന്നത്. ആ ചുംബനത്തെ ഞങ്ങളാണ് ഡിഫൈൻ ചെയ്തത്. ഇതുവരെ അതിന്റെ ഡെഫിനിഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതുവരെ നമ്മളിപ്പം വാത്സ്യായനൊക്കെ പറഞ്ഞിരിക്കുന്ന പലതരത്തിലുള്ള ചുംബനത്തിന്റെ പട്ടികയിലേക്ക് അരുന്ധതിയെ പുതിയൊരു ചുംബനത്തെ നിങ്ങൾ പ്രദാനം ചെയ്തു. അല്ല അങ്ങനെയല്ലേ, അല്ല നിങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങൾ ചേർത്തുന്നതാണ്. ഞങ്ങൾ അതിൽ ചേർത്തു എന്ന് പറഞ്ഞില്ല, യാന്ത്രികമായി സംഭവിക്കുന്നത്. നമ്മുടെ ഈ ഷോ കാണുന്ന വളരെ സാധാരണക്കാരായ പ്രേക്ഷകരുണ്ടാവും. ഒരുപക്ഷെ അവർക്ക് ഹൃദ്യമായിട്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഉദ്ദേശിച്ചത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന അല്ലെ ലോകത്ത് നിലനിൽക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള ചുംബനങ്ങളുടെ പട്ടികയിലേക്ക്, ചുംബന നിഘണ്ടുവിലേക്ക് നിങ്ങൾ പുതിയൊരു ചുംബനം കൂടി പ്രദാനം ചെയ്തു. അതാണ് ഉദ്ദേശിച്ചത്. രാഷ്ട്രീയ ചുംബനം. രാഷ്ട്രീയ ചുംബനം. ഇപ്പൊ ധൃതരാഷ്ട്രാലിംഗനം എന്നൊക്കെ പറയുന്നു. ഓക്കെ ഫൈൻ. നമുക്ക് ഇപ്പോ പരസ്പരം സ്നേഹം തോന്നുമ്പോഴാണ് ഒരു പക്ഷെ നമ്മൾ കെട്ടിപ്പിടിക്കാം. പക്ഷെ അങ്ങേയറ്റം പ്രശ്നത്തിൽ നിൽക്കുന്ന ഇപ്പോൾ ഇമാജിനറി ആയിട്ട് കണ്ടാൽ ഇപ്പോൾ പലസ്തീന്റെയും ഇസ്രായേലിന്റെയും ഭരണത്തലവന്മാർ തമ്മിൽ അവർ വന്നൊന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ അതിന്റെ അർത്ഥം അവിടെ വല്ലാതെ മാറുന്നുണ്ട്. അതൊരു സമൂഹത്തിന് കൊടുക്കുന്ന ആശയം വലുതാണ്. അത് തന്നെയാണ് ഒരു പരസ്യമായൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് പരസ്പരമുള്ള സ്നേഹത്തെ സ്വതന്ത്രമായി പ്രകടിപ്പിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്, അത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയാണ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് ഈ മോറൽ പോലീസുകൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ചുംബിക്കുകയാണ്. അവിടെ കാമത്തെ കാണുന്നുണ്ടെങ്കിൽ, അതിനെ ഞരമ്പ് രോഗമായി കാണുന്നുണ്ടെങ്കിൽ അവരുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസം എത്രത്തോടെ ഉണ്ടെന്ന് ആലോചിച്ചാൽ മതി. ഒന്ന് ചർച്ച ചെയ്യുക പോലും വേണ്ടാത്ത കാര്യങ്ങളാണ്. നമ്മൾ മറൈൻ ഡ്രൈവിലും കോഴിക്കോടും സംഭവിച്ചത്. സമരം ചെയ്യാൻ വന്നവർ വളരെ കുറച്ച് പേര്, എതിർക്കാൻ വന്നവർ കുറച്ച് പേര്, അതിൽ രണ്ടിലും പെടാത്തൊരു വലിയ ജനക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു, യഥാർത്ഥ മലയാളി. അപ്പം BBC ചാനൽ ലോക ഞരമ്പ് ദിനം എന്ന് പറഞ്ഞുകൊണ്ട് MA നിഷാദ് പറഞ്ഞുകൊണ്ട് BBC ചാനൽ ഒരു ലോക മാധ്യമം ഇന്റർനാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്തു. ഇത് ഒരു മരത്തിന്റെ മുകളിൽ ഒരു ലാപ്ടോപ്പ് ഒരു മൊബൈൽ ഫോണുമായിട്ട് കയറിയിരിക്കുന്ന ഒരാളുടെ ചിത്രം വെച്ച് ഈസ് ഇറ്റ് സോ വേഴ്സ് ഇൻ ഇന്ത്യ എന്നാണ് ചോദിച്ചത്. രണ്ടുപേര് ചുംബിക്കുന്ന കാണാൻ ഫോട്ടോ എടുക്കാൻ മൊബൈൽ ഫോണുമായിട്ട് മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുക. ആരാണ് ഞരമ്പ് ഇവിടെ? നിങ്ങൾക്ക് അടി കിട്ടിയോടോ? അല്ല, ഇത് ഞങ്ങളല്ല, രണ്ടുപേരെ ഒരു മറൈൻ ഡ്രൈവ് കിട്ടിയാ? അല്ല, ഇത് കോഴിക്കോട്. കേട്ടിട്ടില്ല? ഞങ്ങളല്ല. പോലീസ് രക്ഷപ്പെടുത്തിയോ ഇൻവെർട്ടർ കോമ? 1000-ഓളം വരുന്ന സംഘപരിവാർ പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുന്നിൽ, കമ്മീഷൻ ഓഫീസിന് മുമ്പിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. അവരുടേക്ക് അറസ്റ്റിലായ 30 സമരക്കാരെ കമ്മീഷൻ ഓഫീസിൽ നിന്നും തള്ളി വെളിയിലേക്ക് ഇറങ്ങി. പക്ഷേ നിങ്ങളുടെ ഈ സമരം കൊണ്ട് ഒരുപക്ഷെ സംഘപരിവാറിന്റെ ഒരു സദാചാര പരിപാടിക്കെതിരെയാണ് തുടങ്ങിയെങ്കിലും ഒരുപാട് ആൾക്കാർ ഇതിനോട് ഉള്ള പ്രതിഷേധമായിട്ട് രംഗത്ത് വന്നു. ഞാൻ ഇവിടെ ഒരു ബിറ്റ് കാണിച്ചു തരാം. നടുറോട്ടിൽ പബ്ലിക്കിൽ വെച്ച് കൊഞ്ചിക്കുഴയുന്നത് യുവാക്കൾക്കെങ്ങാനും ഒരു പ്രേരണയായാൽ എന്ന് പറയുന്ന ഖലീഫ ഉമറിന്റെ വാചകം മറൈൻ ഡ്രൈവിലെ, കോഴിക്കോടിലെ, കേരളത്തിലെ പാശ്ചാത്യന്റെ തോന്നിയാസങ്ങളും നെഞ്ചിലേറ്റുന്നവരോട്
അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായി ഭർത്താവ് കൊല്ലപ്പെട്ട് വിധവയായി മക്കളെ പോറ്റാൻ പെടാപ്പാട് പെടുന്നതിന് മുമ്പിൽ ആരുടെയോ മുമ്പിൽ മടിക്കട്ടയിച്ചു കൊടുത്ത ദേശീയ തെരുവിൽ ജീവിക്കുന്നത് കുറ്റബോധത്തോടെ കഴിഞ്ഞുകൂടുന്ന പെണ്ണിന്റെ മനോഭാവമല്ല അന്തഃപുരങ്ങളിലെ പെണ്ണുങ്ങൾ ഇറങ്ങി ടൈറ്റ് ജീൻസും ധരിച്ച് ഞാൻ എന്തും ചെയ്തു കളയുമെന്ന് പറയുന്ന ഇത്തരം വൃത്തികെട്ട ഒരു സമൂഹത്തിന്റെ അരാജകത്വത്തിനെതിരെ പടപൊരുതാൻ ധാർമ്മികമായി കേട്ടോ. ഇതിവിടെ ടെലികാസ്റ്റ് ചെയ്തതിൽ ശ്രീ ജോൺ ബ്രിട്ടാസിനോട് ഞാൻ നന്ദി അറിയിക്കുന്നു. കാരണം ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾ അറിയണം. അദ്ദേഹം എടുത്തെടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പൊ പുരുഷനൊരു വിഷയമേ ആകുന്നില്ല. അന്തഃപുരങ്ങളിൽ നിന്ന് ഇറങ്ങി വന്ന ഇറുകിയ ജീൻസ് ഇട്ട സ്ത്രീകൾ അതെ തെരുവിൽ ഉമ്മ വെച്ചതാണ്. അതാണ് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ വ്യക്തമാകുന്നത്. ഒന്ന്, വർഗീയവാദത്തിന് പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അവര് ഒരു വിഷയം വരുമ്പോ അവര് പൊതുവായി അവരെ പീഡിപ്പിക്കുന്ന ഒരു വിഷയം വരുമ്പോ കൈകോർക്കാൻ അവരൊന്നു തന്നെയാണ്. രണ്ടാമത്തത്, രണ്ടു കൂട്ടരുടെയും പ്രശ്നം സ്ത്രീയാണ്. എല്ലാ കാലത്തും അടക്കി വെക്കാൻ അവരാഗ്രഹിക്കുന്ന, നിശബ്ദരാക്കാൻ അവരാഗ്രഹിക്കുന്ന സ്ത്രീകളാണ്. കേരളത്തിൽ പൊതുസ്ഥലത്ത് നിന്നുകൊണ്ട് ഉച്ചത്തിൽ ഒന്ന് പൊട്ടിച്ചിരിക്കാൻ അവകാശമില്ലാത്തൊരു സ്ത്രീയാണ് പബ്ലിക്കായി വന്നുകൊണ്ട് എനിക്കിഷ്ടമുള്ള ആളെ, അത് ഭർത്താവാണെന്ന് കാണിക്കാൻ ഒരു 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 താലിയോ അല്ലെങ്കിൽ സോക്കോൾഡ് ഹിന്ദു സ്ത്രീയുടെ സിന്ദൂരമോ മാരേജ് സർട്ടിഫിക്കറ്റോ ഒന്നുമില്ലാതെ എൻ്റെ കൂട്ടുകാരനെ, എനിക്കിഷ്ടമുള്ള ഒരാളെ എനിക്ക് ചുംബിക്കാമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് അവൾ കെട്ടിപ്പിടിക്കുമ്പോഴൊക്കെയാണ്. ഒരു വർഗീയവാദിക്കും അത് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവർ കൈകോർത്തത്. അടിസ്ഥാനപരമായി സദാചാരം സ്ത്രീവിരുദ്ധമാണെന്നും ചുംബന സമരം മുന്നോട്ട് വെക്കുന്നത് ലിംഗസമത്വത്തെയാണെന്നും തെളിയിക്കാൻ ഇദ്ദേഹത്തെ പോലെ ഒരാളുടെ കമന്റിൽ കൂടുതൽ ഒന്നും വേണ്ട. ആരെയാണ് രാഹുൽ ഇതിപ്പോ നിങ്ങളൊരു ലിംഗസമത്വത്തെ മുൻനിർത്തിയിട്ടാണ് രാഹുൽ ഇത് ഈ പറഞ്ഞ ഇന്റർനെറ്റിൽ ഇത് കൺസീവ് ചെയ്ത് ആ കൺസീവ് ചെയ്തപ്പോൾ ഒരു ലിംഗസമത്വം ഉണ്ടായിരുന്നില്ലല്ലോ? ഉറപ്പായിട്ടും ഉണ്ട്. ഇതിൽ സ്ത്രീ സദാചാര പ്രശ്നം നമുക്ക് ആദ്യം തന്നെ പറഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ഇവിടെ സദാചാരം വരുന്നത് തന്നെ സ്ത്രീ ഇടപെടുമ്പോഴാണ്. സ്ത്രീ ഇല്ലാത്തൊരു സദാചാര പ്രശ്നവും കേരളത്തിലല്ല. അപ്പൊ അവിടെ സമത്വമില്ലായ്മ തന്നെയാണ്. രണ്ട് പുരുഷന്മാർ എവിടെയെങ്കിലും പോയി റൂം എടുത്താൽ നമുക്ക് പ്രശ്നമുണ്ട്. പിന്നെ കേരളത്തില് പിന്നെ പഠിച്ചു, പക്ഷേ പുറത്ത് കുറെ കാലം ജോലി ചെയ്തില്ലേ? ചെന്നൈയിൽ ജോലി ചെയ്തു. അവിടെ ഈ പ്രശ്നം ഉണ്ടായിരുന്നോ വ്യാപകമായിട്ട്? ഇല്ല, അവിടെ ഇത്രയും പ്രശ്നമല്ല. ഞാൻ പറയട്ടെ, ഇവിടെ നമ്മളെ എറണാകുളം പോലൊരു നഗരത്തിൽ പോലും ഒരു പരിചിതരല്ലാത്ത താങ്കളെ ഈ പറഞ്ഞ 2-3 വർഷമായിട്ട് ഞാൻ ഇതിൻ്റെ ഈ ഇന്റർവ്യൂ ഈ നമ്മുടെ ഈ പരിപാടിയുടെ തുടക്കത്തിൽ താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്. 2-3 വർഷമായിട്ട് താങ്കളുടെ മനസ്സിൽ അടിഞ്ഞുകൂടി. 2-3 അല്ല, അത് വർഷം. വയസ്സൊന്നും ആയില്ലോ നിനക്ക്? എനിക്ക് 28 വയസ്സ്. അല്ല, ഞാൻ മോറൽ പോലീസിങ് തുടങ്ങുന്നത് എവിടെ നിന്നാണെന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടല്ലോ. അല്ല, കേക്കട്ടെ തന്നെ രാഹുലിനെ എന്ന് മുതൽ അലട്ടി തുടങ്ങി അറിയാൻ വേണ്ടിട്ട് ഞാനൊരു അനാട്ടമി ചെയ്യട്ടെ. ഞാൻ ആദ്യം ചെന്നൈയിലെ കാര്യം പറയാം. നമ്മുടെ ഇവിടെ നമ്മുടെ എറണാകുളം പോലൊരു നഗരത്തിൽ പോലും കാരണം ഒരു തമാശ പറഞ്ഞ ഇടയ്ക്ക് ഒരാളോട് വിളിച്ചു പറയും, ഒരു നത്തൂലി പോലത്തെ പയ്യനെ നിൽക്കുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വലിയ സ്ലിം ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞത് ഇതൊക്കെയാണ് സൗന്ദര്യത്തിന്റെ ലക്ഷണം. ആ വിദ്വാൻ അറിയില്ല, പോട്ടെ. പിന്നെ നമ്മൾ എറണാകുളം പോലൊരു നഗരത്തിൽ പോലും ഒരു ബസ്സിൽ കയറി ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഒരു സീറ്റിൽ ഇരിക്കുകയാണ്. വേറെ സീറ്റൊന്നും ഒഴിവില്ല. എന്നെ പോലൊരു ആൾക്ക് അവിടെ പോയി ഇരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? ഇരുന്നാൽ ആ സ്ത്രീ എങ്ങനെ പ്രതികരിക്കും? അതേസമയം ചെന്നൈയിലാണെങ്കിൽ നടക്കും, പ്രശ്നമൊന്നുമില്ല. അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. തമിഴ്നാട്ടിലെ വളരെ കൾച്ചറെല്ലാം അനുസരിച്ച് ജീവിക്കുന്ന വളരെ ട്രഡീഷണൽ ആയുള്ള ഒരു സ്ത്രീയാണെങ്കിൽ പോലും അടുത്ത് പോയിരുന്നാൽ അവർ ഒരു പ്രശ്നമില്ല. അത്രയും മാറ്റമുണ്ട് നമ്മുടെ അടുത്തുള്ള സംസ്ഥാനങ്ങളിൽ പോലും. നമ്മളിപ്പോഴും ആ ഒരു ഇടുങ്ങിയ ചിന്താഗതിയിൽ. പിന്നെ ഒരുപക്ഷെ ഇത് വളരെ പെരിഫറലായ ഒരു ആർഗ്യുമെൻ്റ് ആയിരിക്കാം. ഇപ്പം ഞാൻ എൻ്റെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളും സഞ്ചരിച്ചിട്ടുണ്ട്. ഒരുമാതിരിപ്പെട്ട എൻ്റെ ദീർഘമായിട്ട് ഞാൻ ഡൽഹി താമസിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇത് വളരെ പെരിഫറല്ല. ആക്ച്വലി ഇന്ത്യയുടെ ഫ്യൂഡലിസവും ഇന്ത്യയുടെ ഈ പറഞ്ഞ സ്ത്രീവിരുദ്ധവും ഒക്കെ എല്ലാ നഗരങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഏറിയും കുറഞ്ഞും ഏറെക്കുറെ ഒരുപോലെ തന്നെ നിലനിൽക്കുന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഏറ്റവും ക്രൂരമായിട്ടൊരു പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി പീഡിപ്പിക്കപ്പെടുന്നത് തലസ്ഥാന നഗരിയിലാണ്. അതൊക്കെ അപ്പോൾ പക്ഷേ ഒരു പക്ഷേ അവിടുത്തെ മോളിൽ വേണമെങ്കിൽ 12 മണിക്ക് ഒരു സ്ത്രീയെ കാണുകയും ചെയ്യാം. ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ഒരുപാട് വൈരുദ്ധ്യങ്ങളുടെ കുറഞ്ഞും ഇന്ത്യ മുഴുവൻ നിലനിൽക്കുന്നതുകൊണ്ടാണല്ലോ ഈ സമരം കൊച്ചിയിൽ ഒതുങ്ങാതെ പോയത്. അല്ല, അപ്പൊ രാഹുൽ പറഞ്ഞു വരുന്നത്, ഞാൻ രാഹുലിന്റെ ഒരു ഇതിലേക്ക്, നമ്മുടെ ഒരു പൊതുബോധമുണ്ട്. നമ്മളൊരു സ്ത്രീയോടൊപ്പം ഒരു ബസ്സിൽ പോലും യാത്ര ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു, അത് നാട്ടുകാരൻ. എനിക്ക് പരിചയമുള്ള ഒരു സ്ത്രീ, ഞാൻ എൻ്റെ വീട് കൊല്ലത്താണ്. കൊല്ലത്തേക്ക് പോകുമ്പോൾ വഴിയിൽ ഒരു വൈകുന്നേരം ആയാൽ വഴിയിൽ കാണുകയാണ് ബസ് കിട്ടാതെ അവരവിടെ നിൽക്കുകയാണ്. എൻ്റെ കാറിൽ കയറ്റിക്കൊണ്ടു പോകാൻ പറ്റുമോ? എനിക്ക് ആ സ്ത്രീക്ക് ഭയമൊന്നുമില്ല, ഞാൻ റേപ്പ് ചെയ്യുമെന്ന്. എനിക്കും ഭയമൊന്നുമില്ല, അവരെന്നെ റേപ്പ് ചെയ്യുന്നു. പക്ഷെ സമൂഹം ഇവിടെ അതിന് നോക്കുന്നുണ്ട്. രാഹുലിന് എന്തെങ്കിലും വ്യക്തിപരമായ തിക്താനുഭവം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് മോറൽ പോലീസിങ് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഏത് പെൺകുട്ടിയുടെ കൂടെ പോയപ്പോഴാണ്? പെൺകുട്ടിയുടെ കൂടെ പോയപ്പോഴല്ല. ഞാൻ ഷോർട്ട് ഫിലിമുകൾ സംവിധാനം ചെയ്യാറുണ്ട്. അപ്പം
എൻ്റെ വൈഫിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് പത്തനാപുരം. ആ സ്ഥലത്ത് വെച്ച് ഷോർട്ട് ഫിലിം ആകുമ്പോൾ 2-3 കാറൊക്കെ വരുന്നു. കുറച്ച് പേര് 10-20 പേരോളം ഉണ്ട്. അവരവിടെ താമസിക്കുന്നു 2 ദിവസം. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ആരോ വിളിച്ചു പറഞ്ഞു, പോലീസിലേക്ക് വിളിച്ചു പറഞ്ഞു, ഇവിടെ അനാശാസ്യം നടക്കുകയാണ്. അപ്പം പോലീസ് വന്നു. പോലീസ് എസ്ഐയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോലീസുകാർ പിന്നെ എടാപോടാന്നൊക്കെ വിളിക്കും. അപ്പോൾ എടാപോടാന്നൊക്കെ വിളിക്കുന്നത് നമ്മളൊരു പൗരൻ തിരിച്ച് മര്യാദയ്ക്ക് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പോലീസുകാർക്ക് അതിൽ കൂടുതലൊരു അഭിമാനക്ഷതമില്ലല്ലോ. അപ്പോൾ അത് വാക്ക് തർക്കത്തിനൊക്കെ ഇടയിൽ ഈ പോലീസുകാർ സംഭവം ഒന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നൊക്കെ അറിഞ്ഞ് SI അവിടെ നിന്ന് തടി തപ്പാൻ നോക്കുന്ന ഒരു സമയത്ത് നാട്ടുകാരൊക്കെ തടിച്ചുകൂടി. ഞങ്ങളങ്ങ് പോയാൽ ഈ നാട്ടുകാർ നിന്നെ കൈകാര്യം ചെയ്യും, ഞങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയ്ക്ക് സപ്പോർട്ടിംഗ് ആണ് നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ പോലും മോറൽ. ഈ എറണാകുളം പോലുള്ള നഗരങ്ങൾ വിട്ടു കഴിഞ്ഞാൽ സ്ഥലത്തെ പ്രധാന സദാചാര ഗുണ്ടകളൊക്കെ അവിടുത്തെ പോലീസ് ഇൻസ്പെക്ടർമാർ തന്നെയാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള ഗുണ്ടകൾക്കൊക്കെ പ്രവേശനമുള്ളൂ. പുറത്തുനിന്ന് പോലീസുകാർ കേൾക്കുന്നുണ്ട്. ഇത് ഞാൻ മുമ്പും പറഞ്ഞ സാധനമാണ്. ശരി, നമ്മൾ വേറൊരാളിലേക്ക് വരട്ടെ. അരുന്ധതിക്ക് കേരളത്തിൽ നിന്ന് പുറത്തു പോയ ആളാണ് അരുന്ധതി. തിരിച്ച് കേരളത്തിൽ വന്ന് ജീവിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം ഇതുമൂലം ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ കേരളം വിട്ടുപോയ ഒരുപാട് സ്ത്രീകൾ തിരിച്ചു വരാൻ ആഗ്രഹിക്കാത്തവരാണ്. ഞാനും അങ്ങനെയായിരുന്നു. ഞാൻ വളരെ വ്യക്തിപരമായ ചില പിന്നെ പ്രശ്നങ്ങൾ കൊണ്ട് തിരിച്ചു വന്ന ഒരാളാണ്. അപ്പോൾ ഒരുപാട് സ്ത്രീകളുണ്ട് തിരിച്ചു വരാൻ ആഗ്രഹിക്കാത്തത്. അപ്പം ഈ ഒരു സമരത്തിനൊക്കെ ശേഷം കേരളത്തിൽ നിന്ന് പുറത്തുപോയ സ്ത്രീകൾക്കൊക്കെ തിരിച്ചു വരാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടായി വരും എന്നൊരു പ്രതീക്ഷ അരുന്ധതിക്കുണ്ടോ? നാട്ടിലേക്ക് വരുന്നില്ലേ അവിടെ ഞാൻ എൻ്റെ ഉന്നത പഠനത്തിന് വേണ്ടി മാത്രം ഓപ്റ്റ് ചെയ്തതാണ് ഹൈദരാബാദ്. അല്ലാതെ സദാചാരവാദികളെ പേടിച്ചോടിപ്പോയതൊന്നല്ല. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് തിരിച്ചു വരും. പിന്നെ ഷായന ചേച്ചി പറഞ്ഞ പോലെ അവരും ഒരുപാട് തരത്തിലുള്ള ആക്രമണങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു സ്ത്രീയാണ് ഇത്തരത്തിൽ. അപ്പോൾ പറഞ്ഞതുപോലെ ഇവിടെ വരുമ്പോൾ ഒരു നിരാശയുണ്ട്. ഇപ്പോൾ ഹൈദരാബാദിൽ എനിക്ക് 11 മണിക്കോ 12 മണിക്കോ ക്യാമ്പസിന് പുറത്തു പോകാം, ഒറ്റയ്ക്ക് നടക്കാം. അവിടെ ഒരു പോലീസോ നാട്ടുകാരോ വന്നിട്ട് എന്നെ ചോദ്യം ചെയ്യില്ല. അതെൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ ആ സ്വാതന്ത്ര്യം ഇല്ലായ്മ ചെയ്യുന്നെങ്കിൽ പോലും ഒരു പക്ഷേ കിസ് ഓഫ് ലവിലൂടെ എനിക്ക് കാണാൻ കഴിഞ്ഞ അതാണ്, നമ്മളെപ്പോലെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു സ്വാതന്ത്ര്യം ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്ന 1-2 അല്ല 1,00,000-ലധികം വരുന്ന ചെറുപ്പക്കാരുടെയെങ്കിലും പിന്തുണയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ ഇവിടെ ജീവിക്കാൻ തയ്യാറാണ്. ഒരു കലാകാരിയല്ലേ പൂർണ്ണാർത്ഥത്തിൽ? അതെ, ഒരു കലാകാരിക്ക് എപ്പോഴും മറ്റൊരു സാധാരണ ഒരു ആളെക്കാൾ കൂടുതൽ ഒരു സ്വാതന്ത്ര്യം എപ്പോഴും സമൂഹം നൽകാറുണ്ട്, എപ്പോഴും ഇല്ലേ? എനിക്കറിയില്ല, കാരണം അത് നമുക്ക് നമ്മൾ ചോദിച്ച് വാങ്ങിയെടുക്കുന്ന ഒരു സ്വാതന്ത്ര്യം അല്ലേ അത്? നമുക്കൊരു ഒന്നാണോ അത്? അതെ, റീസെന്റ് അനുഭവം. നമ്മുടെ ഹിമാ ശങ്കർ കലാകാരിയാണ്. ഒരു നാടകം കഴിഞ്ഞിട്ട് രാത്രി 12 മണിക്ക് സുഹൃത്തിനൊപ്പം ബൈക്കിൽ പോയപ്പോൾ അവളെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അഭിസാരികയാക്കി മാറ്റി ചിത്രീകരിച്ചത് കേരള പോലീസ് തന്നെ. അതിനോടുള്ള ഏറ്റവും കടുത്ത റിയാക്ഷൻ വന്നതും കേരളത്തിൽ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ കലാകാരികൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. കമ്പാരിറ്റീവ്ലി ഈ മറ്റ് മേഖലയിൽ വിവരിക്കുന്ന പുതാൻ പറഞ്ഞാൽ ഓരോ സെക്ടറിലുള്ളവർക്ക് ഓരോരുത്തരുടെ പുതാൻ പറഞ്ഞാൽ ഇപ്പം വീട്ടിൽ നിന്ന് തന്നെ കൂടുതൽ സ്വാതന്ത്ര്യം ഒരുപക്ഷെ അരുന്ധതിക്ക് കിട്ടുന്നത്. അരുന്ധതി വളരെ ചെറിയ ക്ലാസ് തന്നെ ഈ പറഞ്ഞ കലാരംഗങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഉണ്ടായ ഒരു കോൺഫിഡൻസും ആ മേഖല നൽകിയിട്ടുള്ള പല പ്രചോദനമായിരിക്കാം. ഇതൊക്കെ പലപ്പോഴും നമ്മുടെ വ്യക്തികളേക്ക് ഭൂതാൻ പറഞ്ഞ ഒരു ജേർണലിസ്റ്റിനായിട്ടുള്ള ഒരാൾക്ക് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം ഒരു പക്ഷേ എല്ലാവർക്കും കിട്ടണമെന്നില്ല. ഇതൊക്കെ എപ്പോഴും പ്രൊഫഷനുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടൊരു സംഭവം കൂടി അതുണ്ട്. പക്ഷേ പൊതുസമൂഹത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും അതിൽ പ്രകടമാവുകയും ചെയ്യും. അതൊരു ജാമ്യം എടുക്കലാണ്. ഞാൻ സമൂഹത്തിൽ രാത്രി 8 മണിക്ക് ശേഷം ഇറങ്ങി നടക്കുന്ന ഒരു സ്ത്രീ ഒരു ജാമ്യം എടുക്കുകയാണ്. ഞാനൊരു ജേർണലിസ്റ്റാണ്, എനിക്ക് ഇറങ്ങി നടന്നേക്കേണ്ട സ്വാതന്ത്ര്യം ഉണ്ടോ? അപ്പോൾ നമ്മൾ നളിനി ജമീല പറഞ്ഞൊരു വാചകമുണ്ട്, സമൂഹത്തിൽ നമുക്ക് സ്ത്രീകൾക്ക് ബലാത്സംഗ ഭീതി തന്നെയാണ്. എന്തിനാണ് അവർ ഭീതി? സമൂഹത്തിൽ 8 മണിക്ക് ശേഷം ഇറങ്ങി നടക്കുന്ന സ്ത്രീക്കുള്ളൊരു കേരള സമൂഹത്തിലുള്ള ഒരു ബലാത്സംഗ ഭീതിയുണ്ട്. ആ ഭീതിയെ അതിജീവിച്ച ഒരു ലൈംഗിക തൊഴിലാളികൾ മാത്രമാണ്. അതുപോലെ ഈ ജേർണലിസ്റ്റുകൾ. എനിക്ക് ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ കേരളത്തിന് അർഹിക്കാത്ത ഒരു ഇരുളിമ ചാർത്തി കൊടുക്കുന്നതാണോ എന്ന കാരണത്തിൽ ഇവിടെ എത്രയോ സ്ത്രീകൾ 8 മണി കഴിഞ്ഞു 7 മണി കഴിഞ്ഞു 9 മണി കഴിഞ്ഞ് യാത്ര ചെയ്യുന്നുണ്ട് നിരന്തരമായിട്ട്. എത്ര സ്ത്രീകൾ ഭയമില്ലാതെ ഞാൻ ചോദിക്കുകയാണ്. പുതാൻ പറഞ്ഞാൽ അരുന്ധതി തന്നെ എത്രയോ പരിപാടികളിൽ യാത്ര സഞ്ചരിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കണെന്ന് വെച്ചാൽ ഇത് ചോദ്യം ചോദിക്കാം. വളരെ മോശപ്പെട്ട സിറ്റുവേഷനാണ് കേരളത്തിൽ. പത്തനാപുരത്ത് നിന്നും അരുന്ധതിയുടെ വീടായ റാന്നിയിലേക്ക് രാത്രി 9 മണിക്ക് ശേഷം ഒറ്റയ്ക്ക് സഞ്ചരിക്കണമെങ്കിൽ അരുന്ധതിക്ക് എത്രത്തോളം ധൈര്യം ഉണ്ടാവും സ്വന്തം ശരീരത്തെ കുറിച്ച്? അരുന്ധതിക്ക് ധൈര്യമുണ്ട്. അല്ല, എത്രത്തോളം പെൺകുട്ടിക്ക് എത്രത്തോളം ഉണ്ടാവും? അതെ, ഞാനത് എന്റെ വീട്ടുകാരെ എടുത്ത് സമ്മതിപ്പിച്ച് വാങ്ങിയെടുത്തു എന്നാണത്. ഒന്നും സംഭവിക്കില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ ഈ പറഞ്ഞ പോലെ രാത്രി IFFK നടക്കുന്ന സമയങ്ങളിലാവട്ടെ രാത്രി യാത്ര ചെയ്ത് വരുമ്പോൾ ഒറ്റയ്ക്ക് നടന്ന് തിരിച്ച് താമസിക്കുന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ
ഒരുപാട് തരത്തിലുള്ള മോശം കമൻറ്റുകൾ കേട്ടുകൊണ്ടാണ് നമ്മളിങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയും സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ശ്രീ ജോൺ ബ്രിട്ടാസ് ഇത്രത്തോളം സ്ത്രീകൾക്ക് എന്താ പറയുക ഗാർഹിക പീഡനങ്ങൾ ഉണ്ടാവുക, സ്ത്രീ പ്രതികരിക്കാത്ത ഒരാളായി ഒതുങ്ങിപ്പോവുക, ലൈംഗിക പീഡനങ്ങൾ ഉണ്ടാവുക, പുറത്തു വരാത്ത തരത്തിലുള്ള ഡൊമസ്റ്റിക് വയലൻസ് നടക്കുക? അപ്പോൾ താങ്കൾ ഈ ആവശ്യപ്പെടുന്ന രീതിയിലുള്ളൊരു വെളിച്ചം കേരള സമൂഹത്തിലുണ്ട് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ ആവശ്യപ്പെടുന്നതല്ല, ഞാൻ പറയുന്നത് വെച്ചാല് ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, അതായത് നിങ്ങൾ ചിത്രീകരിക്കുന്ന രീതിയിലുള്ള ഭീതിജനകമായിട്ടുള്ളൊരു സാഹചര്യം കേരളത്തിലുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് തർക്കമുണ്ട്. എന്താ കാരണം വെച്ചാൽ അതുകൊണ്ടാണല്ലോ നമ്മുടെ പൊതുസമൂഹം എന്ന് പറയുന്ന ആൾക്കാർ ഇൻവെർട്ടർ കോമ പലരും പല രീതിയിലുള്ള പ്രതികരണം നടത്തുന്നത്. ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ചുംബന സമരത്തിന് ഇത്രത്തോളം വലിയ എതിർപ്പുണ്ടാവില്ലായിരുന്നു. അത്രത്തോളം ഒരു സ്വാതന്ത്ര്യം സ്ത്രീക്ക് നൽകിയിരുന്നെങ്കിൽ. കാരണം ചോദിച്ച ചോദ്യങ്ങൾ, രാഹുലിനോട് ചോദിച്ച ചോദ്യം നിന്റെ അമ്മയെയും പെങ്ങളെയും കൊണ്ടുവരുമോടാ എന്നാണ്. അതായത് അമ്മയ്ക്കും പെങ്ങൾക്കുമുള്ള അവകാശം ഇപ്പോഴും കൊടുക്കേണ്ടത് രാഹുൽ തന്നെയാണ്. രാഹുൽ കൊടുക്കുന്ന ഔദാര്യത്തിനനുസരിച്ചുള്ള സ്വാതന്ത്ര്യമാണ്. ഒരാളും ചോദിച്ചില്ല അച്ഛനെയും ചേട്ടനെയും കൊണ്ടുവരുമോ എന്നുള്ളത്. എന്നെ ചുംബിച്ച ആൺകുട്ടികളെ വെറുതെ വിടുകയും സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഞാൻ അവിടെ ഒരു വേശ്യയാവുകയും ചെയ്തു. അത് ഇവിടെ കേരളത്തിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണോ? കേരളത്തിലെ സ്ത്രീകളെ പുരുഷന്മാർക്ക് ഈക്വൽ ആയിട്ട് കേരളമല്ല ഞാൻ ഉദ്ദേശിക്കുന്ന കേരളം ഇന്ത്യയുടെ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ഈ പറഞ്ഞ ഉദാഹരണം പറഞ്ഞാൽ ഇങ്ങനൊരു സമരമാർഗം ഒരുപക്ഷെ അതിനെതിരെ ഉണ്ടായ റിട്ടാലിയേഷനെ പ്രതിരോധിക്കാനെങ്കിലും കുറെ ആൾക്കാർ ഇറങ്ങിയൊരു സ്ഥലമാണ് കേരളം. അത് നമുക്കിവിടെ വ്യക്തമായ ഇടതുപക്ഷ ഉണ്ടാവില്ല. ഈ പറഞ്ഞ ഇന്ത്യയുടെ തലസ്ഥാനത്ത് പട്ടാളം കാവൽ നിൽക്കുന്ന ഡൽഹിയിൽ പോലും ഒരുപക്ഷെ അങ്ങനെ പ്രതിരോധത്തിനൊരു കവചം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടാവില്ല. ഞാൻ ഇതിൻ്റെ സീരിയസ് ആയിട്ട് ഞാൻ പറയുകയാണ്. ഒരുപക്ഷെ അവിടെ വീണ്ടും ജാതിയുടെ പേരിൽ വേണേൽ ആൾക്കാർ വേർതിരിഞ്ഞേക്കാം. രാഹുലിൻ്റെയും അരുന്തിൻ്റെയും ജാതികൾ വെച്ചിട്ട് വേണമെങ്കിൽ അവിടെ വേണമെങ്കിൽ കുടിപ്പുകൾ ഉണ്ടാകാം. അതിൽ നിന്ന് എത്രയോ ബെറ്ററാണ് കേരളമെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ അടിവരയിടുന്ന പ്രതിസന്ധികൾ സ്വാഭാവികമായിട്ടും കേരള സമൂഹത്തിലുണ്ട്. അതിൻ്റെ പ്രതിഫലനമാണ് ഈ വരാൻ പോകുന്ന പ്രതികരണങ്ങൾ. വരട്ടെ. നമ്മുടെ നാട് സെക്ഷൽ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു നാടായി മാറണമെന്നാണോ ഈ ചുംബന സമരത്തിൻ്റെ പ്രയോക്താക്കൾ പറയുന്നത്? അതോ അച്ഛനാരെന്നറിയാത്ത കുഞ്ഞുങ്ങളെ പ്രസവിച്ച അമ്മമാരുടെ നാടായി മാറണമെന്നാണോ ഇവർ പറയുന്നത്? ഇത്തരം കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഈ നാടിനെക്കുറിച്ച് ചിന്തിക്കുന്ന തരത്തിലല്ല അവരുടെ പെരുമാറ്റം. അവർക്ക് ഒരു നൈമിഷികമായ വികാരങ്ങളുടെ പേരിൽ പ്രവർത്തിക്കുന്നവരാണ്. പക്ഷേ ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനതയും ഈ നാടിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്, ഈ നാടിൻ്റെ സ്വത്വത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്, ഭാവി തലമുറയെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്. അവരോട് യാതൊരു പ്രതിബദ്ധതയും ഈ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഈ സമൂഹത്തിനില്ല. അല്ല, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു കഴിഞ്ഞു സെക്ഷൽ ടൂറിസം, അച്ഛനാരെന്നറിയാത്ത അമ്മമാരുടെ നാട്. അന്ന് വെച്ചാൽ ചുംബനം എന്ന് പറയുന്നത് സെക്സിന് മുൻപ് നടത്തുന്ന ഒരു കലാപരിപാടിയാണ് ഇവർക്കൊക്കെ. നമുക്ക് കൃത്യമായിട്ട് അറിയാം. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അതാണ് ചുംബനത്തിന്റെ അർത്ഥം. പക്ഷേ ചുംബനത്തിന് അതിനപ്പുറം മറ്റൊരു തലമുണ്ട്. അതിനെ ആദ്യമൊക്കെ നമ്മൾ ഓർത്തത് അജ്ഞത കൊണ്ട് മനുഷ്യരിങ്ങനെ പറയുന്നു എന്നതാണ്. പലവട്ടം തിരുത്തിയിട്ടും അവർ തിരുത്താൻ തയ്യാറാവാത്തപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അത് അവരുടെ കൃത്യമായ അജണ്ടയാണ്. കാരണം ഇത് വളരെ മോശപ്പെട്ടൊരു അവസ്ഥയിലേക്ക് സമൂഹത്തെ മുഴുവൻ നയിക്കുമെന്നും ഇത് സെക്ഷൽ ടൂറിസത്തിലേക്ക് എത്തിക്കുമെന്നും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊതുസമൂഹത്തെ കൺവിൻസ് ചെയ്തെടുക്കാനും സമരത്തിനെതിരാക്കി തിരിക്കാനും അവർക്ക് വളരെ എളുപ്പത്തിൽ കഴിയും. പിന്നെ ഞങ്ങൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് അപ്പുറത്ത് ഇദ്ദേഹം പോലെയുള്ളവർ പ്രതിനിധാനം ചെയ്യുന്ന സംഘപരിവാറിനെ അവരുടെ ആശയമൊക്കെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ആണിക്കല്ലുണ്ടല്ലോ, മനുസംഹിത എന്ന് പറയുന്നത്. ഇത്രത്തോളം സ്ത്രീവിരുദ്ധമായിട്ടുള്ള മറ്റൊന്നും ഉണ്ടാവില്ല. അവർ മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വ അജണ്ടകളിൽ ഒരിടത്തും സ്ത്രീക്ക് ശബ്ദമില്ല, പ്രാതിനിധ്യമില്ല, അധികാരമില്ല. ആ അധികാരത്തെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കൊണ്ടാണ് ചുംബന സമരത്തെ ഒരാളും കൂടി ഇതിനകത്ത് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ചർച്ച. അയാളും കൂടെ വന്ന ശേഷം എനിക്ക് 2-3 ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. വരട്ടെ. സദാചാര പോലീസിനെ ശക്തമായി എതിർക്കുമ്പോഴും സദാചാര പോലീസ്, സദാചാര ഗുണ്ടായിസം, അതിൻ്റെ പേരിലുണ്ടായ
കൊലപാതകങ്ങൾ അടക്കമുള്ള കാര്യത്തെ എതിർക്കുമ്പോഴും ചുംബന സമരമല്ല അതിന് പ്രതിവിധി. അതൊരു ഓവർ റിയാക്ഷനാണ്, നീ ജർക്ക് റിയാക്ഷനാണ്. ആ ചുംബന സമരം സദാചാര പോലീസിനെതിരെയുള്ള കേരളീയ പൊതുബോധത്തെ ഭിന്നിപ്പിക്കുമെന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണമെന്നാണ് എന്നെ പോലുള്ളവർ ആദ്യം തന്നെ പറഞ്ഞത്. ആ നിലപാട് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് ശ്രീ പിണറായി വിജയൻ, ഡിവൈഎഫ്ഐയുടെ സ്റ്റേറ്റ് കമ്മിറ്റി അടക്കമുള്ളവർ, കേരള ഹൈക്കോടതിയുടെ ഒരു ഒബ്സർവേഷൻ തുടങ്ങിയ ആൾക്കാർ ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പോൾ സദാചാര പോലീസ് നമുക്ക് വേണ്ട, എന്നാൽ സദാചാര പോലീസ് പോലെ തന്നെ ഒരു ഓവർ റിയാക്ഷനാണ്. അതിൽ നിന്ന് വിഭിന്നമാണെങ്കിലും ഇവർ ഈ ചുംബന സമരം ചെയ്യുന്നവരുടെ സ്പിരിറ്റ് ഉൾക്കൊള്ളുന്നു, പക്ഷേ അവരുടെ രീതി മാറ്റേണ്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ചൊരു ഇൻട്രോസ്പെക്ഷൻ വേണം. സദാചാര പോലീസ് എതിർക്കപ്പെടേണ്ടതാണ്. അതിന് എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന സമരമാർഗങ്ങൾ, പ്രതിഷേധ മാർഗങ്ങൾ വേണം എന്നുള്ളതാണ് ശരിയായ കാഴ്ചപ്പാട്. ഈ സമരത്തെ എതിർത്തവരിൽ 3 ഭാഗമുണ്ട്. ഒന്ന് രാഷ്ട്രീയമായ ലക്ഷ്യത്തോടു കൂടി എതിർത്തവർ, 2 പിന്നെ ഞങ്ങൾക്ക് പൊതുബോധത്തിൻ്റെ ഭാഗമായി നിന്ന് ഞങ്ങൾക്കിത് അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ട്, 2 ഇത് രണ്ടും അറിഞ്ഞുകൊണ്ട് വ്യക്തമായ വ്യവസ്ഥാപിത ലക്ഷ്യത്തോടു കൂടി എതിർത്തവരുണ്ട്. രാഹുൽ ഈശ്വറിനെ പോലെ ഒരാൾ ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും ഈ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെയൊക്കെ എല്ലാ ഗുണങ്ങളും അനുഭവിച്ച് ഇതിൽ രണ്ടും എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു സവർണ വർഗീയവാദമാണ് പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഗുണങ്ങൾ ഉദ്ദേശിക്കുന്നതാണ്. രാഹുൽ ഈശ്വറിനെ പോലെ ഒരാൾ നമ്മളറിയാം, മലയാളി ഹൗസ് പോലൊരു പ്രോഗ്രാമിൽ അഭിനയിച്ച ആളാണ് രാഹുൽ ഈശ്വർ. അദ്ദേഹത്തിന് അതിന്റെ ചുമനങ്ങളിലെല്ലാം ഗുണം എന്നുള്ള അർത്ഥത്തിലാണോ? അല്ല, ഞാൻ പറയട്ടെ, രാഹുൽ ഈശ്വർ പോലെ ഒരാൾ ഇതിന്റെ എല്ലാം ഇത് രാഹുൽ ഈശ്വർ ഉണ്ട്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ജനങ്ങളെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചില വാദങ്ങൾ ഉന്നയിക്കുന്ന ഒരാളാണ്. സ്ട്രോമാൻ ആർഗ്യുമെന്റ് എന്ന് പറയും. ഞാൻ ചിലത് പറയും അത് തന്നെ ആണ് എന്ന് ജനങ്ങൾക്ക് മുന്നിൽ വാദിച്ച് കാണിക്കുന്ന ഒരാളാണ് രാഹുൽ ഈശ്വർ. പിന്നെ പിണറായി വിജയന്റെ പ്രസ്താവനയോട്, സഖാവിന്റെ പ്രസ്താവനയോട് അദ്ദേഹം പറയും, സഖാവ് എന്തിനാണ് അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്? കിടപ്പറയിൽ ചെയ്യേണ്ടത് റോഡിൽ ചെയ്താൽ ജനം അംഗീകരിച്ചില്ല എന്ന് വരില്ല എന്നാണ് സഖാവ് പറഞ്ഞത്. അതിൽ വ്യക്തമായ ലക്ഷ്യമുണ്ട്. കാരണം ഇവിടെ ഈ രാഹുൽ ഈശ്വറിനെയും രാജേഷിനെയും പോലുള്ളവർ ഇവിടെ സെക്സ് സംസ്കാരം വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇവിടെയുള്ള പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ച് മിഡിൽ ക്ലാസിന്റെ വോട്ട് ബാങ്കിലേക്ക് സംഘപരിവാർ കയറി കൈയിട്ട് വാരാൻ നോക്കുവാണ്. അത് തടയേണ്ട സഖാവിന്റെ ഉത്തരവാദിത്വമാണ്. ഒരർത്ഥത്തിൽ നോക്കിയാൽ അത് ശരിയായ പ്രസ്താവന തന്നെയാണ്. ഒരാളെ കൊണ്ട് വരുന്നു. ചുംബന സമരം അരാജകത്വത്തിലേക്ക് പോവുകയും റോട്ടിൽ കാണുന്നവരെ എല്ലാം പിടിച്ച് ചുംബിക്കാനുള്ള ഒരു സമരമാണെങ്കിൽ ഒരു നിലയ്ക്കും ഞാൻ ഇതിനെ അനുകൂലിക്കുകയില്ല. പക്ഷേ ഇത് ഈ പ്രതീകാത്മകമായ സമരം ഇവിടെ മൗലികമായിട്ടുള്ള സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സ്നേഹബന്ധത്തെ പോലും നിരോധിക്കുന്ന ചില പ്രവണതകൾക്കെതിരായിട്ടുള്ള മനുഷ്യാവകാശത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ്. ആ നിലയ്ക്കാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ സമരം പെട്ടെന്ന് പല രൂപത്തിലും ഭാവത്തിലും ചെറുപ്പക്കാർക്കിടയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനെ ഒരു അതിൻ്റെ വിശാലമായിട്ടുള്ള സമഗ്രമായ അർത്ഥത്തിൽ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ സമരം അരാജകത്വത്തിലേക്കോ തോന്നിവാസത്തിലേക്കോ വഴുതിപ്പോകാതിരിക്കാൻ കൂടി ചെറുപ്പക്കാർ ശ്രദ്ധിക്കണമെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ജാഗ്രതപ്പെടുത്തൽ. എനിക്ക് രാഹുൽ പറഞ്ഞൊരു പോയിൻ്റുണ്ട്. ഒരു പക്ഷേ ശ്രീ പിണറായി വിജയൻ ഇത് ഉദ്ദേശിച്ചിട്ടായിരിക്കാം പറഞ്ഞിട്ടുണ്ടാകുക. അതായത് ഇതിനെ ദുരുപയോഗിച്ചുകൊണ്ട് വലിയ യാഥാസ്ഥിക ശക്തികൾ ഇവിടെ ഈ പറഞ്ഞ പൊതുബോധത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ആ പൊതുബോധത്തിൻ്റെ സപ്പോർട്ടിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ ശ്രമിച്ചേക്കാം എന്നൊരു തോന്നൽ കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ആ അർത്ഥത്തിൽ അതിനെ സ്വാഗതം ചെയ്യുമെന്ന് രാഹുൽ പറഞ്ഞു. ഞാൻ ഇവിടെ ഈ ഒരു ഇതിൽ പ്ലറ്റോയിൽ നിന്ന് ചോദിക്കട്ടെ. ഒരുപക്ഷെ പലപ്പോഴും ചരിത്രത്തിൽ ഒരു എക്സ്ട്രീമായൊരു സംഭവം വേണമെങ്കിൽ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ടെങ്കിലും അത് ഒരുപക്ഷെ സമൂഹത്തെ പിന്നോട്ട് നയിക്കാനും വഴിച്ചിട്ടുണ്ട്. പലപ്പോഴും യാഥാസ്ഥിക ശക്തികൾക്ക് പൊതുസ്വീകാര്യത നേരിടാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞത് ശരിയല്ലേ, കണ്ടോ എന്ന് വേണമെങ്കിൽ ചിന്തിച്ചേക്കാം. ഉദാഹരണം പറഞ്ഞാൽ ഒരു ന്യൂനപക്ഷങ്ങൾ ഉത്തരേന്ത്യയിൽ, ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയാം. പലപ്പോഴും അവർ ഒരു ജാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു വലിയ പ്രൊവോക്കേഷന് പോയപ്പോൾ പലപ്പോഴും ആ പ്രൊവോക്കേഷന് എപ്പോഴും ഗുണം കിട്ടിയത് ഈ പറഞ്ഞ റൈറ്റ് ഫോഴ്സാണ്. ഒരു സെക്യുലർ ഫോഴ്സിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രോഗ്രസീവ് ഫോഴ്സിൻ്റെ അംബ്രലയിൽ നിന്ന് പ്രതികരിക്കാത്തതിൻ്റെ ദുരന്തം ഒരുപക്ഷെ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ എക്കാലത്തും ഈ പറഞ്ഞ ന്യൂനപക്ഷങ്ങൾക്കുണ്ട്. അതുപോലൊരു അപകടത്തിലേക്ക് ഒരു പക്ഷേ നിങ്ങൾ മലയാളത്തിലെ കേരളത്തിലെ സമൂഹത്തെ നയിക്കൂ? ഒരിക്കലുമില്ല. അത് ഇവിടെ നമ്മുടെ പുരോഗമന ശക്തികൾക്ക് സംഭവിച്ചൊരു കാര്യമുണ്ട്. ജനക്കൂട്ടമല്ലെന്നുണ്ടെങ്കിൽ പൊതുബോധം എന്ത് ചെയ്യണം എന്ന് അല്ലെ എന്ത് ചിന്തിക്കണമെന്ന് ദീർഘദർശിയായി വിഭാവനം ചെയ്തിരുന്നവരായിരുന്നു കമ്മ്യൂണിസ്റ്റ്. അവിടെ നിന്നും ജനക്കൂട്ടത്തിന് എന്തിഷ്ടമാണോ അത് പറയുന്നവനായി മാറിയ ഒരു ട്രാൻസിഷൻ നടന്നു. അവിടെയാണ് പ്രശ്നം ഉണ്ടായത്. ഈ ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾക്ക് ആ സെക്യുലറായ അംബർലയ്ക്ക് കീഴിൽ നിൽക്കാനൊരു ഇടമില്ലാതായതാണ് കേരളത്തിലെ പ്രശ്നം.
ആ സെക്യുലറായ അംബ്രലയ്ക്ക് കീഴിൽ എന്ന് വിചാരിച്ച് നിരാകരിക്കാനും പറ്റില്ലല്ലോ. നിരാകരിക്കുന്നില്ല. ഇപ്പൊ രാഹുൽ ഇപ്പൊ പറഞ്ഞതുപോലെ സംഘപരിവാർ ശക്തികൾ ഇവിടത്തെ മിഡിൽ ക്ലാസിന്റെ വോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് കൊണ്ടാവാം സഖാവ് പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞത്. പക്ഷെ ആ പറഞ്ഞതിന് ഉപയോഗിച്ച ഭാഷ പൊതുബോധത്തിന്റെ ഭാഷയാണ്. അവരിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്താൻ ഇത്രത്തോളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേരോട്ടമുള്ള ഒരു സ്ഥലത്ത് CPM-ന്റെ സംസ്ഥാന നേതാവായ അദ്ദേഹം ശ്രമിക്കുന്നതിന് പകരം പൊതുബോധം അദ്ദേഹത്തിന്റെ മക്കളെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. കാരണം ഇതൊരു അരാജകത്വത്തിലേക്ക് പോവരുത് എന്നാണ് അദ്ദേഹം നമ്മളോട് അത് തന്നെയാണ് വേറൊരു ഭാഷയിൽ എനിക്ക് തോന്നുന്നു ശ്രീ പിണറായി പറഞ്ഞത് എനിക്ക് തോന്നിയത്. എന്താ ഞാൻ പറഞ്ഞ വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, ഞാനിപ്പോൾ ഇതിനെ ഒരു ഭാഗത്തു നിന്ന് ന്യായീകരിക്കാനോ അല്ലെങ്കിൽ അതിന് അടിവരയിടാൻ വേണ്ടിയല്ല. ഒരു പക്ഷേ പല ആംഗിൾസും ഈ ചർച്ചയിൽ വരണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പ്രതികരണങ്ങളെല്ലാം കൊണ്ടുവന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞത് സമൂഹത്തിൽ പലപ്പോഴും ഒരു എക്സ്ട്രീം പ്രൊവക്കേഷൻ പലപ്പോഴും അതിൻ്റെ പ്രയോക്താവായിട്ട് ഗുണഭോക്താവായിട്ട് മാറിയത് എപ്പോഴും യാഥാസ്ഥിക ശക്തികൾക്കാണ്. എപ്പോഴും ഉദാഹരണം പറഞ്ഞാൽ ഒരു ഒറ്റതിരിഞ്ഞ ഒരു ആക്രമണം വേണമെങ്കിൽ തിരിച്ച് ആ ഒരു സമൂഹത്തെ തന്നെ അനിഹിലേറ്റ് ചെയ്യുന്നതിന് വഴിവെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു പോയിന്റ് വരുന്നുണ്ട്, ഇതിനൊരു ചട്ടക്കൂട് വേണ്ടേ, ഒരു ദിശാബോധം വേണ്ടേ? ഇവിടെയാണ് ഒരു സംഘടനയുടെ ഒരു പക്ഷേ പ്രസക്തി വരുന്നത്. ഇനി വേറൊരു ആരോപണം കൂടെ ഉണ്ട്, നിങ്ങളുടെ സമരത്തിനെ ഈ പറഞ്ഞ എക്സ്ട്രീം ഫോഴ്സസ് ഹൈജാക്ക് ചെയ്തു അല്ലെങ്കിൽ ചെയ്തേക്കാം. ഒരാരോപണം വന്നു, ഇടയ്ക്ക് രണ്ട് ആരോപണം വന്നു. ഒന്ന്, ആരോപണങ്ങളെല്ലാം നിങ്ങളുടെ മുമ്പിൽ ഇടുകയാണ്. ഒന്ന്, മദ്യവും മയക്കുമരുന്നും കഴിക്കുന്ന കുറേ പിള്ളന്മാർ ഇറങ്ങിയിരിക്കുകയാണ്. ഒന്ന്. രണ്ട്, കേരളത്തിലെ മാവോയിസ്റ്റുകൾ ഇതിനകത്തേക്ക് നുഴഞ്ഞു കയറിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു IB റിപ്പോർട്ട് അല്ലെങ്കിൽ പോലീസ് റിപ്പോർട്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കേരള ഗവൺമെൻറ് അടുത്ത് കിട്ടിയിട്ടുമുണ്ട്. അരുന്ധതി മറുപടി പറഞ്ഞു. ഇപ്പോൾ സംഘപരിവാർ ശക്തികൾ ഈ സമരത്തെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ മറ്റൊരു മുഖം തന്നെയാണ് മാവോയിസ്റ്റുകൾ ഈ സമരത്തെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത്, ഇതിലേക്ക് നുഴഞ്ഞു കയറുന്നു എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, ഇത്തരം ഒരു സമരം നടത്തുമ്പോൾ ഈ പറഞ്ഞതുപോലെ വ്യവസ്ഥാപിതമായൊരു ചട്ടക്കൂടില്ലാതെ ഒരു സമരം നടത്തുമ്പോൾ അത്തരം നുഴഞ്ഞുകയറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിനും അപ്പുറത്ത് അത്തരം ആരോപണങ്ങൾക്ക് വിശാലമായ സാധ്യതയുണ്ട്. കേരളത്തിൽ ഏത് ജനകീയ സമരം നടത്തുന്ന നേതാക്കളെയും ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ച് ഏറ്റവും എളുപ്പത്തിൽ അവരെ നിശബ്ദരാക്കുക എന്നുള്ളത് മാവോയിസ്റ്റുകളാക്കി മുദ്ര കുത്തുക എന്നുള്ളതാണ്. മാവോയിസ്റ്റുകൾ നുഴഞ്ഞു കയറുന്ന മാത്രമല്ല പറഞ്ഞത്, ചില ഓൺലൈൻ പത്രങ്ങളിൽ രാഹുലിൻ്റെയും മറ്റാളുകളുടെയും എൻ്റെയും അടക്കം പേരുകളിൽ നമ്മളൊക്കെ മാവോയിസ്റ്റുകളാണ് എന്ന് തന്നെ വാർത്ത വന്നിട്ടുണ്ട്. അരുന്ധതി ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തുകയാണെങ്കിൽ ഈ സമരത്തിൽ അല്ലെങ്കിൽ സമരവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിപാടികളിൽ എവിടെയാണ് ഒരു ന്യൂനത ഉണ്ടായത് അല്ലെങ്കിൽ എന്താണ് പാളിച്ച എന്ന് കാണും. അതിൻ്റെ ഒരു ശക്തിയും ഒരു ന്യൂനതയും കൂടെ പറയാം. ഒരു പാളിച്ച എന്നുള്ള രീതിയിലല്ല, പക്ഷെ അതിനകത്തൊരു എനിക്ക് തോന്നിയിട്ടുള്ളത്, നേരത്തെ തന്നെ പൊതു ഇടം സാധ്യമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ കുടുംബത്തോടും സമൂഹത്തോടും ഒക്കെ കലഹിച്ചുകൊണ്ട് രീതിയിൽ ജീവിക്കുന്ന മനുഷ്യരാണ് കൂടുതലായും സമരത്തിലെത്തിയതും ചുംബിക്കാനെത്തിയതും. അപ്പം അങ്ങനെ ഇടമില്ലാത്ത ഒരുപാട് പെൺകുട്ടികൾ കേരളത്തിലുണ്ട്. നമുക്കിത് കൂടുതൽ മനസ്സിലായത് നമ്മൾ കിസ് ഓഫ് ലവ് പേജ് തുടങ്ങിയപ്പോൾ അതിനകത്ത് ഇപ്പോൾ 1.5 ലക്ഷത്തിലധികം ആളുകൾ ലൈക്ക് ചെയ്തിട്ടുള്ള സജീവമായി കമൻറ്റുകൾ ഇടുന്ന ഒരു പേജാണ്. അവിടെ അവർ പറയുന്നൊരു കാര്യമുണ്ട്, മുറിക്കകത്തിരുന്നവർക്ക് നമ്മളെ പിന്തുണയ്ക്കാൻ കഴിയുന്നുണ്ട്, പക്ഷെ പുറത്തേക്ക് വരുവാൻ ഒരു സമരമായി നടക്കുമ്പോൾ കൊച്ചിയിലോ കോഴിക്കോടോ ആലപ്പുഴയിലേക്കോ എത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചുംബിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അതായത് അവർക്ക് ആ ഒരു സ്പേസ് ഇല്ല. അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നത് അതാണ് ഒരു ന്യൂനത. അപ്പൊ അവർക്ക് സ്പേസ് കൊടുക്കാൻ കഴിഞ്ഞില്ല. അതെ, അതാണ് ന്യൂനത. എന്നിട്ട് സമ്മതിക്കുന്നില്ല, വളച്ചു കിട്ടിയാ പറയണം. ഓക്കെ രാഹുൽ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ന്യൂനതകൾ ഉണ്ടായത് ഒരു ഓർഗനൈസ്ഡ് പ്ലാറ്റ്ഫോമിന്റെ അഭാവമായിരുന്നു. ഓർഗനൈസ്ഡ് പ്ലാറ്റ്ഫോമിന്റെ അഭാവം. ഓക്കെ. കാരണം സമരം ആഹ്വാനം ചെയ്തതും നടത്തിയതും സമരത്തിന് അന്ന് മാത്രം നേരിൽ കണ്ട കുറച്ച് പേരാ. നവംബർ 2-ാം തീയതിയാണ് എല്ലാവരും പരസ്പരം നേരിൽ കാണുന്നത്. അതിന് നേരിൽ പോലും കണ്ടിട്ടില്ല. അങ്ങനൊരു സമരത്തിൽ ഉറപ്പായിട്ടും പാളിച്ചകൾ ഒരുപാടുണ്ടാവും, ഒരുപാട് പോരായ്മകളുണ്ടാവും. അപ്പോൾ ഇനി മുമ്പോട്ട് പോകുമ്പോൾ അതെല്ലാം റിക്കവർ ചെയ്ത് ഒരു ഓർഗനൈസ്ഡ് പ്ലാറ്റ്ഫോം. ആദ്യം പറഞ്ഞതൊക്കെ കുറെ തിരുത്തി. എന്താ കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞു വെച്ചാൽ കുറെ ചട്ടക്കൂടും വ്യവസ്ഥാപിത മാർഗങ്ങളും വേണമെന്നുള്ളത് തന്നെയാണ് നിങ്ങൾ പറയുന്നത്. നമ്മൾ കണ്ടുശീലിച്ച വ്യവസ്ഥ കേരളത്തിൽ കണ്ടുശീലിച്ചു പോകുന്ന കേരള സംവിധാനമല്ല. ഓക്കെ, വരട്ടെ, ഒരാളും കൂടെ വരാൻ വേണ്ടി വരാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് വരാം. മോറൽ പോലീസിങ്ങിനെ സ്ട്രിക്ട്ലി ഫൈറ്റ് ചെയ്യണം, എഗൻസ്റ്റായിട്ട് ഫൈറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്കറിയാനുള്ള ഒരു കാര്യം,
വളരെ നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ഈ മോറൽ പോലീസിങ്ങിന് അഗൻസ്റ്റ് ആയിട്ടുള്ള ഫൈറ്റ് നല്ല രീതിയിൽ കൊണ്ട് നിർത്താൻ നമുക്ക് സാധിക്കും. പക്ഷേ കിസ് ഓഫ് ലവിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്ന സാഹചര്യം, പ്രത്യേകിച്ച് ഫേസ്ബുക്ക് അടക്കമുള്ള ന്യൂ മീഡിയയിൽ യങ്സ്റ്റേഴ്സ് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന മീഡിയയിൽ യങ്സ്റ്റേഴ്സ് തന്നെ അതിനെ പോസിറ്റീവായിട്ട് കാണുമ്പോൾ തന്നെ വലിയൊരു വിഭാഗം അതിനെ നെഗറ്റീവായിട്ട് കാണുകയും അതിന് എതിരെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യത്തിൽ ഇനി ഈ ഒരു സൊസൈറ്റിയെ കൺവിൻസ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ജോലി തന്നെയാണ്. പക്ഷേ ഒരു ഹാൻഡിൽ വിത്ത് കെയർ സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നമുക്കിത് എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ കിസ് ഓഫ് ലവിൻ്റെ പ്രവർത്തകർ ഇതിനെ എങ്ങനെയാണ് ഇനി വരും ദിവസങ്ങളിൽ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്, സൊസൈറ്റിയെ കൺവിൻസ് ചെയ്യാൻ പോകുന്നത്, അതുവഴി ഒരു മാസ് മൂവ്മെൻറ്റ് കൊണ്ടുവന്ന് നമ്മൾ മോറൽ പോലീസിങ്ങിനെ സപ്രസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അറിയാൻ ആഗ്രഹമുണ്ട്. ഒരുപക്ഷെ ഈ ഇടമില്ലാത്ത ഒരുപാട് ആൾക്കാരെ കൂടി ഇതിലേക്ക് കൊണ്ടുവരാൻ എങ്ങനെ കഴിയും? ഈ സമരമാർഗം മാറ്റണോ? ഈ പറഞ്ഞ കിസ്സിനപ്പുറത്തേക്ക് പോകണോ, ഇപ്പുറത്തേക്ക് പോകണോ, വേറെ രീതിയിലേക്ക് പോകണോ? ഒരുപക്ഷെ ഇത് ഒരു വല്ലാത്തൊരു പ്രതീകമായിട്ട് മാറി ഒരുപാട് പേര് നെറ്റിച്ചു വിളിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ നെറ്റിച്ചു വിളിക്കലെ മാറ്റിയിട്ട് വേറെ തരത്തിലേക്ക് കൊണ്ടുവരണോ? ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട കാര്യങ്ങളാണ്. അതിപ്പം ഒരുപക്ഷെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ പെട്ടെന്ന് നിങ്ങളത് പറയണമെന്നുമില്ല. അതൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ട് ചെയ്യേണ്ട. എനിക്ക് പറയാനുണ്ട്. പറയും. ചുംബനം എന്നുള്ളൊരു സമരരീതി നിൽക്കുന്ന ഒരു സമയം ഉണ്ടാവും. അതെപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഫോട്ടോ എടുക്കാൻ ഇവിടുത്തെ ചാനലുകൾ വരാതിരിക്കുകയും അത് കാണാൻ മലയാളികൾ വരാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമയം ഉണ്ടാകുമ്പോൾ അന്നത് നിൽക്കും. അതുവരെ നിങ്ങൾ ചുംബിച്ചോണ്ട് അന്ന് നിൽക്കും. കാരണം അത് കൃത്യമായിട്ട് ഇപ്പൊ തന്നെ പല സംഘപരിവാർ ശക്തികളും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് നല്ല വഴി ഇതങ്ങ് അവഗണിക്കുക എന്നുള്ളതാണ്. ആരും പോവാതിരുന്നു കഴിഞ്ഞാൽ അവന്മാരും അവളുമാരും നിർത്തിക്കോളും എന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. നമുക്ക് അത് തന്നെയാണ് വേണ്ടത്. നിങ്ങൾ ഒരു പൊതുസ്ഥലത്ത് ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ചിരിക്കുമ്പോൾ അവരവരുടെ വഴിക്ക് ഇരുന്നോട്ടെ, അതിൽ ഇടപെടേണ്ട എന്ന് തീരുമാനിച്ച് പോകാൻ കഴിയണം. ഇവിടുത്തെ ചാനലുകൾ ഇത് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അതിനൊരു മാർക്കറ്റില്ല, ഇതിപ്പോൾ വളരെ കോമൺ ആയി എന്ന് കരുതി പിന്മാറണം. ആ സമയത്ത് ആ സമരം വിജയിച്ചു. രണ്ടാമത്, ഇപ്പോഴും ഞങ്ങൾ ഈ ചുംബന സമരത്തിൽ മാത്രമാണ് ഇരിക്കുന്നത് എന്നുള്ളത് താങ്കളുടെ ഒരു ധാരണയാണ്. എന്റെ ധാരണയല്ല, ജനത്തിന്റെ ധാരണയാണ്. ഞാൻ വീണ്ടും അരുന്നോട് പറഞ്ഞല്ലോ, ഞാനിവിടെ ഒരു നിമിത്തം മാത്രം, ഞാനൊരു വാതായനം മാത്രം. അല്ല, താങ്കളെന്ന് ഉദ്ദേശിച്ചതും അല്ല അത് പക്ഷെ കേൾക്കുന്നവർക്ക് അതിന് അത്ര ബോധം ഉണ്ടാകണമെന്നില്ല. എന്നിലൂടെ വരുന്നത് മുഴുവൻ ഈ സമൂഹത്തിലെ പല ആംഗിളിൽ നിന്നുള്ള ആൾക്കാരുടെ സന്ദേഹങ്ങളും സന്തോഷങ്ങളും സന്താപങ്ങളാണ്. അങ്ങനെയുള്ളവർക്കുള്ള ഒരു മറുപടിയാണ്. ഒന്ന്, നമ്മൾ IFFK-യോടനുബന്ധിച്ച് മലയാള സിനിമ സദാചാരം ചുംബനം എന്നുള്ള വിഷയത്തിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി. ഒരുപാട് പൊതുജനം വരികയും ഒരുപാട് തരത്തിലുള്ള വിമർശനം ഉണ്ടാവുകയും ചെയ്തുവെങ്കിലും വളരെ ജനാധിപത്യപരമായിട്ടുള്ള മറ്റൊരു ഇടം അവിടെ തുറന്നു കൊടുത്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയ കൂട്ടം, അതായത് കൊച്ചിക്ക് ശേഷം ഉണ്ടായിട്ടുള്ള പരസ്പരം ആശയങ്ങൾ കൈമാറുന്ന ഒരു ചെറിയ ഫേസ്ബുക്ക് കൂട്ടം ഞങ്ങൾക്കുണ്ട്. അവിടെ നമ്മൾ ആലോചിക്കുന്നത് ഒരു കേരളത്തിലൊരു പെൺകുട്ടിക്കും ആൺകുട്ടിക്കും ഏതെങ്കിലും സമയത്ത് മോറൽ പോലീസിങ് നേരിട്ടാൽ അവർക്ക് നേരിട്ട് ബന്ധപ്പെടുവാൻ തരത്തിലുള്ള ഒരു ഹെൽപ്പ് ലൈൻ രീതിയിലേക്കൊക്കെയുള്ള ഒരു സംവിധാനങ്ങൾ ഒരുക്കുന്ന ഒരു ഗ്രൂപ്പിലേക്ക്. ഒരു വ്യക്തിപരമായ ഒരു ചോദ്യം ഒരാൾക്ക് എന്തോ ചോദിക്കാറുണ്ട്. ഒരു ജോലി ഇല്ലാത്തവർക്ക് പറ്റിയൊരു പരിപാടിയാണ് കിസ് ഓഫ് ലവ്. രാവിലെ എഴുന്നേറ്റ് ഇപ്പോഴത്തെ പിള്ളേർ, ഇൻക്ലൂഡിങ് മൈ ചിൽഡ്രൻ, അവർ രാവിലെ എഴുന്നേറ്റ് ഫേസ്ബുക്കിലാണ് മൂത്രം ഒഴിക്കണമെന്ന് തന്നെ പറയാം. രാവിലെ എഴുന്നേറ്റ്, കാരണം ഫേസ്ബുക്ക് അത്രയും ഒരു ഭാഗമായി കഴിഞ്ഞവരുടെ. ഞാൻ പിള്ളേരോട് പറയണ പോലെ രാവിലെ എഴുന്നേറ്റ് പണ്ടൊക്കെ ദൈവമേ എന്ന് പറഞ്ഞാൽ വിളിച്ച് എഴുന്നേക്കുന്നത്. ഇപ്പോൾ പിള്ളേർ മൊബൈൽ എടുത്തിട്ടാണ് രാവിലെ ആദ്യം നോക്കിക്കൊണ്ടാണ് എഴുന്നേക്കുന്നത് തന്നെ. അപ്പോൾ അതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. അത് മാറണം എന്ന് തന്നെയാണ് ഞാൻ പറയണത്. പിന്നെ രാഹുൽ പശുപാലനോട് എനിക്ക് നേരിട്ട് യാതൊരു വിരോധവുമില്ല. എന്നെ അപമാനിച്ചത്, ഫേസ്ബുക്കിൽ കൂടി അപമാനിച്ചത് രാഹുലാണെന്ന് സൈബർ സെല്ല് കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഞാൻ കേസ് കൊടുത്തത്. അല്ലാതെ എനിക്ക് നേരിട്ട്, എൻ്റെ മകൻ്റെ പ്രായമേ ഉള്ളൂ, നേരിട്ട് എന്നോട് വന്നൊരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്നൊരു കേസാണത്. പക്ഷേ ആ കുട്ടി അത് ചെയ്തില്ല. വളരെ ധാർഷ്ട്യത്തോടു കൂടിയാണ് എന്നോട് സംസാരിച്ചത്. അതുകൊണ്ട് കേസ് മുന്നോട്ട് പോകുന്നു. അത് നമ്മുടെ സുപ്രീം കോടതി തന്നെ കേരള സർക്കാരിന് നോട്ടീസ് അയച്ചേക്കുന്ന ഒരു കേസ് 118D എന്ന് പറഞ്ഞിട്ടൊരു കേരള. ഒരു പക്ഷേ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, അതിലും വേണമെങ്കിൽ എന്നാണ് സംസാരിച്ചപ്പോൾ ഭയങ്കര ധാർഷ്ട്യം കാണിച്ചു. എന്താ പറഞ്ഞു? നമ്മുടെ ഭാഗത്ത് തെറ്റില്ലാത്തടത്തോളം കാലം നമ്മൾ ധാർഷ്ട്യം കാണിക്കും. അല്ല, ധാർഷ്ട്യമല്ല, അത് ധാർഷ്ട്യമല്ല, ഒരിക്കലും നമ്മൾ താഴില്ല. എന്റെ ഭാഗം ശരിയാണെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നിടത്തോളം കാലം എന്റെ ഭാഗം ശരിയാണ്. സോറി എന്നുള്ള വാക്ക് അവിടെ അപ്രസക്തമാണ്. സോറി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതാണ് അത് ശരിയെന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കും. എന്തായാലും ആ രാഹുലിൻ്റെ ഒരു നിലപാട്, ഒരുപക്ഷെ രാഹുലിനെ ബന്ധപ്പെടുത്തി മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തിട്ടൊരു കേസാണിത്, അല്ലേ?
എനിക്കിതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല. എന്തോ ഫേസ്ബുക്കിൽ അവരെ അപമാനിച്ചു. ഇല്ല, അതല്ല, അതൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവസാനം വേറെ ചില കാരണങ്ങളുണ്ട്, അവർ മാറിക്കളഞ്ഞു. വേറെ ഇടപാട് ചെന്ന് വിട്ടാ. അല്ല, ഇത് പഴയ സാധനമാണ്. ഒരു 6 മാസം ബന്ധപ്പെട്ടല്ലോ. അല്ല, അരുന്ധതി കലാപരിപാടിയൊക്കെ മാറ്റി വെച്ചപ്പോൾ പഠനം മാത്രമായ ഏകദേശം ഇപ്പോൾ ഈ സമരവും ആരവരുടെ സമരഭടയും അതുപോലെ തന്നെ പഠനഭടയും മാത്രമാണ്. കലാരംഗത്ത് ഒരുപാട് നേട്ടങ്ങൾ പോയിട്ടുള്ള ഒരാളാണ്. അറിയോ രാഹുലിന്? എനിക്കൊന്ന് നമ്മുടെ തന്നെ ഒരു പരിപാടിയിൽ കഥ പറയുമ്പോൾ അല്ലേ വേള കാണിച്ചുതരാം. ഞാൻ നോക്കട്ടെ, വരട്ടെ. കൗരവരും പാണ്ഡവരും തമ്മിലുള്ള ഐക്യശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു. യുദ്ധം അത് മാത്രമാണ് ഇനി പോംവഴി. ധർമാധർമ്മങ്ങൾ തമ്മിലുള്ള ഘോരയുദ്ധം പരാജയത്തിന്റെ പട്ടടയിലേക്ക് പാഞ്ഞെടുക്കുകയാണ് കൗരവന്മാർ. കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് ഇനിയിപ്പോ അരുന്ധതിയെ കൊണ്ടൊരു കഥാപ്രസംഗം നടത്തിക്കുകയാണെങ്കിൽ ഈ രാമായണവും മഹാഭാരതവും എടുക്കില്ല. പക്ഷെ ഒരു ഘോരയുദ്ധമായിരിക്കും. ആ കഥ പോലെ ഒരു വലിയ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിൽ പറഞ്ഞൊരു കഥാപ്രസംഗമായിരുന്നു. പാടുമല്ല അരുന്ധതി? ഇല്ല ഇല്ല, തീരെ പാടില്ല. ആ റിയാലിറ്റി ഷോയിൽ എന്നെ ഏറ്റവും കൂടുതൽ ചീത്ത വിളിച്ചിട്ടുള്ള അതിന്റെ പേരിലാണ്. ഞാൻ പാടിയ ജഡ്ജസ് ഒരുപാട് പാട് വിട്ടിട്ടുണ്ട്. അരുന്ധതി ഒരു കവിതയുള്ളൂ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. ഗാന്ധി. ആരാണു ഗാന്ധി, ആരാണു ഗാന്ധി, ആരാണു ഗാന്ധി, നിഴൽ ചുള്ളിയൊന്നി ചരിത്രത്തിലെങ്ങോ നടന്നവൻ, താൻ തീർത്ത പറചട്ടിയിൽ വീണു താനേ പുകഞ്ഞവൻ, വെറുതെ കിനാവിന്റെ കഥകൾ പുലമ്പിയോൻ, കനവായിരുന്നുവോ ഗാന്ധി, കഥയായിരുന്നുവോ ഗാന്ധി. ഇലാമ അരുന്ധതിയും കൂടെ ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ട് കണ്ടോ, ഭയങ്കര ആസൂത്രിതമായിട്ട് ബ്രിട്ടാ സാറ് ചെയ്തതാണെന്ന് ആരോപിച്ചേക്കരുത് കേട്ടാ. ഇത് സാന്ദർഭവശാൽ വന്നു പോയതാണ്. എന്തായാലും അരുന്ധതി, രാഹുൽ, നമ്മൾ ഒരു പക്ഷേ കേരളത്തിൽ ഏറ്റവും ശ്രദ്ധയാകർഷിച്ച ഒരു സമരത്തിൻ്റെ വ്യത്യസ്ത വശങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. ഒരുപക്ഷെ സമൂഹത്തിൽ പുതിയൊരു ദിശാബോധം പകരാൻ വേണ്ടിയിട്ട് സഹായിക്കട്ടെ. അതിനുള്ള എല്ലാ ഭാഗങ്ങളും ഒരു കാര്യം പറയൂ. അല്ലെ, ഇതിനൊരു കൃത്യമായിട്ടൊരു വളർച്ചയുണ്ട്. കിസ് ഓഫ് ലവിൽ നിന്ന് ഒരു പേരുകൾ മാറുമ്പോൾ തന്നെ കിസ് ഇൻ ദ സ്ട്രീറ്റിലേക്ക് എത്തിയപ്പോൾ തെരുവുകൾ പിടിച്ചെടുക്കുക എന്നുള്ളതായി. കിസ് അഗെയിൻസ്റ്റ് ഫാസിസത്തിലേക്ക് ആലപ്പുഴയിലേക്ക് എത്തിയപ്പോൾ അത് സാംസ്കാരിക ഫാസിസത്തിനെതിരെയുള്ള ഒരു എതിർപ്പായി മാറി. ഇതേ സമരം നടക്കുന്ന സമയത്തുണ്ടായ ചില പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ KSRTC ബസ്സിൽ നിന്ന് ഒരു സ്ത്രീയെ, അയ്യപ്പന്മാർ സഞ്ചരിച്ച ബസ്സിൽ നിന്ന് സ്ത്രീയെ ഇറക്കിയിട്ട സംഭവം, കൊച്ചിയിൽ ടോയ്ലറ്റിൽ നാപ്കിൻ കണ്ടതിൻ്റെ പേരിൽ 40-ലധികം ജോലിക്കാരെ തുണിയഴിച്ച് പരിശോധിച്ച സംഭവം, ഇതിനൊക്കെ ഇപ്പോൾ എല്ലാ നാഷണൽ മീഡിയയും റിപ്പോർട്ട് ചെയ്തു. ഒരു കാലത്തും കേരളത്തിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള പ്രതികരിക്കാനും പ്രതിഷേധിക്കാനുള്ള ഊർജം ആരൊക്കെ നിഷേധിച്ചാലും അത് കൊടുത്തിട്ടുള്ളത് കിസ് ഓഫ് ലവ് എന്ന് പറയുന്ന പ്രതിഷേധമാണ്. കിസ് ഓഫ് ലവ് അതുപോലുള്ള ഒരുപാട് ഒരുപക്ഷെ പ്രക്ഷോഭങ്ങൾക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിൻ്റെ നവീകരണത്തിനും വഴിവെക്കട്ടെ. അതിന് എത്രത്തോളം നവീകരണം നമുക്ക് വേണമെങ്കിൽ അതും സ്വായത്തമാക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുക. നിങ്ങളുടെ പുതിയ പുതിയ ദൗത്യങ്ങൾക്ക് JB ജംഗ്ഷൻ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്നായി വരട്ടെ.